പിന്നെ വീണ്ടും എക്സസൈസ് ഒക്കെ തുടങ്ങി അല്ലേ? ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെ അവിടെ ചെയ്യാറുണ്ട്. പിന്നെ ഇന്നിപ്പോ ഇങ്ങനെ വെറുതെ എങ്ങനെയായിട്ട് പോയതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഞാനിതിൽ നടക്കാറുണ്ട്. ഞാൻ കാണാറുണ്ട്. ആണല്ലേ? ഞാൻ എന്നും കാണാറുണ്ട്. ഞാൻ പിന്നെ മാഷോട് കാണുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്താ പ്രധാനമാണ്. എന്താ വെച്ചാല് മാഷ് ആയോധന കലകളൊക്കെ പഠിപ്പിക്കണ. അതെ. സ്കൂളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കും. അതെ അതെ. അവിടെ അടി ഇടിയൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്. അതെ. ഈ അടി ഇടിയും പഠിപ്പിച്ച് കുട്ടികള് മറ്റുള്ള കുട്ടികളെ നേരെ പ്രയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊരു വലിയ പ്രശ്നക്കായി മാറി നിയമപരമായിട്ട് പല പ്രശ്നങ്ങൾക്ക് വന്നു കഴിഞ്ഞാല് ഇതിനെ എങ്ങനെ മാഷ് ഇതിനെ മറികടക്കാൻ പറ്റുക? നിങ്ങൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ ശരിക്കും ആളുകൾ ചോദിക്കാത്തതും എന്നാലോ ഉള്ളിൽ നിൽക്കുന്നതുമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആയോധന കലകളിലൂടെ പഠിപ്പിക്കുന്നത് അടിയും ഇടിയും തടവും ഒഴിച്ചിലുകളും അതുപോലെ തന്നെ സ്റ്റെപ്പ് ബാലൻസും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങളാണ് എയിം ചെയ്യേണ്ടത്. എന്തിനുണ്ട് നമ്മളൊരു എയിം ഉണ്ടാവുമല്ലോ. എയിം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ശാരീരികമായിട്ടുള്ള ആരോഗ്യം, രണ്ടാമത്തത് മാനസികമായിട്ടുള്ള ആരോഗ്യം. ഇത് രണ്ടിനും പുറമെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഡിഫൻസ്, സ്വയരക്ഷ.